ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇത്ര ഹാപ്പി ആയിട്ട് എവിടെ പോകണമെന്നറിയോ? മകൻ്റെ സുന്നത്ത് ചെയ്യാൻ കേട്ടോ, സർക്കംസിഷന് വേണ്ടി. ഹസ്ബൻഡ് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ വീഡിയോസ് ഒന്നും എടുക്കുന്നത്, പക്ഷെ ഞാനെല്ലാം മെമ്മറി ആയിട്ട് സൂക്ഷിക്കാമെന്ന് വെച്ചാൽ വീഡിയോസൊക്കെ എടുത്തതാണ്. അപ്പം മോന് ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളും എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ അവനോട് പറഞ്ഞിട്ടുള്ളത്. സുന്നത്ത് ചെയ്താൽ ഒരുപാട് ആൾക്കാർ കാണാൻ വരും, ഫ്രൂട്ട്സും ഐസ്ക്രീമും അതും ഇതൊക്കെ ആയിട്ട് വരും, മുണ്ടെടുക്കാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ ഇച്ചിമണി കാണാൻ നല്ല ഭംഗിയുണ്ടാകുന്നൊക്കെ പറഞ്ഞ് കുറേ പോസിറ്റീവ് വശങ്ങളൊക്കെ പറഞ്ഞു വെച്ചതുകൊണ്ട് ഓൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഴയങ്ങാടിയിലുള്ള നാട്ടിലുള്ള CS സെൻ്റർ, ഹസ്ബൻഡ് കസിൻ്റെ മോന് സുന്നത്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളും അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഉണ്ടോ എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ സുന്നത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇനിയും വൈകിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ജനിച്ചൊരു 40 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് കേട്ടോ എനിക്ക് നമ്മുടെ ബിലിറൂബിനൊക്കെ കുറഞ്ഞിട്ട് വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടായി. ഒരു 3 കിലോനൊക്കെ ഉണ്ടായത്, നല്ലോണം വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ചു. ഇതുവരെ ഹെൽത്തി ആയിട്ടില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം കരയുന്നത് എന്താ വെച്ചാൽ സുന്നത്ത് ചെയ്തിട്ടുള്ള കരച്ചിലൊന്നുമല്ല കേട്ടോ, സൂചി വെച്ചിട്ടുണ്ടായിരുന്നു ധരിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമ്മൾ താഴെ വെള്ളമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് താഴെ പോയതാണ് കേട്ടോ. അപ്പോൾ മോനെ ഒന്ന് താഴെ ഇറക്കിയിട്ടുണ്ടായതാണ്. അപ്പോൾ ഓനൊന്ന് വീണു. അപ്പോൾ സംഭവം ആൾക്ക് വേദനയൊന്നും അറിയുന്നില്ല, പക്ഷെ കാലൊക്കെ മുറിഞ്ഞെന്ന് വിചാരിച്ച് പേടിച്ചിട്ടുള്ള കരച്ചിലാണ് കേട്ടോ. നമ്മൾ പിന്നെ അതൊന്നും പ്രശ്നമില്ലാന്ന് വെച്ചു. ഞാനാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. കാരണം ഒരുപാട് ഓർഡേഴ്സ് എനിക്കിപ്പോൾ കൊടുക്കാനുണ്ട്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, കാരണം പെട്ടെന്നുള്ളതായതുകൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യാനോ വേണ്ടെന്നൊക്കെയുള്ള ആകൊരു ഇതിലാണുള്ളത്. അപ്പോൾ മോനെ സുന്നത്ത് ചെയ്യാൻ കയറ്റി. സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ടെൻഷൻ എന്ന് വെച്ചാൽ ടെൻഷൻ. ഇനി എന്തായാലും ഒരു 10 days എന്തായാലും നമ്മൾ അത്രയും കെയർ കൊണ്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. എൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെ പോകുന്നില്ല അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ മോന് പുറത്തേക്ക് വന്നത് എനിക്ക് തോന്നുന്നു ഫാദേഴ്സിനാണ് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ അത്രയും ഒരു റോളുള്ളത്. കാരണം നമ്മളിന്ന് ആ ഒരു ഭാഗത്തേക്ക് അടുപ്പിക്കുന്നേ ഉണ്ടായില്ല കേട്ടോ. അപ്പം മോനെ കൊണ്ടാണ് സത്യം എനിക്ക് ഭയങ്കര ഒരു അവസ്ഥ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ. കാരണം ടെൻഷൻ തന്നെ ഒന്നാമത് കാര്യം. എന്തായിരിക്കും വേദന. ആളിപ്പം ഒന്നും പ്രശ്നമൊന്നുമില്ല, ഹാപ്പിയാണ്. ആ ഒരു തരിപ്പിലൊക്കെ ഒന്നും അറിയുന്നില്ല, കരഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു ഇതിലാണ് കേട്ടുള്ളത്. നമ്മളും ഇങ്ങനെ ഓനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോനും ആ ഒരു ടൈമിൽ തന്നെ മോർണിംഗിലാണ് സുന്നത്ത് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അവന് നല്ലോണം കരഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണിച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് വേദനയൊന്നും ഇല്ല എന്നുള്ളതിൽ ഭയങ്കരമായിരുന്നു. പക്ഷെ ആ തരിപ്പ് കഴിഞ്ഞ മുതൽ കരയാൻ തുടങ്ങിയ കേട്ടോ. നമ്മൾ വണ്ടിയിലേക്ക് കയറിയത് മുതൽ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ക്ഷീണിച്ചങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 5-6 ദിവസം ഭയങ്കരമായ യുദ്ധം തന്നെയാണ് കേട്ടോ. എനിക്ക് എവിടെ നിന്ന് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ദിവസം 7 days കഴിഞ്ഞപ്പോൾ ഒന്ന് കുളിച്ച് പള്ളിയിലേക്ക് പോകാൻ കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഓർഡേഴ്സൊക്കെ ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ചെയ്ത് അങ്ങനെയായിരുന്നു കേട്ടോ. കസ്റ്റമറിൻ്റെയൊക്കെ തേറി കേട്ടിട്ട് ഞാൻ ഫുൾ ട്രോമയിലായിരുന്നു കേട്ടോ, ആ അവസ്ഥയിലായിരുന്നു. കാരണം മോളും കൂടി ഉണ്ടായ മോളും ഉണ്ടല്ലോ, ചെറുതല്ലേ. അപ്പോൾ മോന് പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ ഇത് നെക്സ്റ്റ് സ്കൂളിലേക്ക് പോയതാണ് കേട്ടോ. കാരണം ഈ ഒരു വീഡിയോ നമ്മൾ 1 year മുമ്പ്, ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ, ഫസ്റ്റ് സ്കൂളിലേക്ക്. അപ്പോൾ ഇത് ഇപ്പം മോന് 2nd സ്റ്റാൻഡേർഡിലെത്തി. 1 year മുമ്പുള്ള വീഡിയോ ആണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും മെമ്മറീസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു.